ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ ദേ ഈ നാണക്കാരുടെയാണ്. എന്താണെന്ന് നോക്കാമല്ലേ വിശേഷം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും അമ്മയും രാവിലെ ചിങ്ങോന്നിൻ്റെ അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വിശേഷം നടക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അടുക്കളയിൽ ഇതേ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എല്ലായിടത്തും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരുടെ ഇടയിലും കൂടെയൊക്കെ നടക്കുന്നതാട്ടോ. കുട്ടികളെയൊക്കെ നമ്മൾ പയ്യെ ഒരു റൂമിലാക്കി. കാരണം എല്ലായിടത്തും ഓടി നടന്ന് ബഹളം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പുറത്തിറങ്ങി, അത് വേറെ കാര്യം. അങ്ങനെ എല്ലാവരും ആ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നു. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ കഥാനായികയുടെ അമ്മയാണ്. പിന്നെ ഇത് ഈ മഴയൊക്കെ നനഞ്ഞ് വരുന്ന സൂപ്പർ ഹീറോയാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛൻ. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. എനിക്കും ഈ അമ്മൂനുമാണ് കുറച്ച് സങ്കടമുള്ളത്. അപ്പോഴേക്കും കുഞ്ഞൂസിന് നല്ല അടി കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വിരുദ്ധൻ. ഈ സീൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, മണിച്ചിത്രത്താഴാണ്. കാരണം ആ നാഗവല്ലിയെ തളയ്ക്കുന്ന സീൻ അത്ര നേരം അത്ര ഭീകരമായിട്ടിരുന്നിട്ട് ഇപ്പോഴുള്ള അവസ്ഥ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാനായിക ലച്ചുമ്മ. അപ്പോൾ ഇന്ന് ലച്ചുവിൻ്റെ പെണ്ണ് കാണലാണ്. ഇത് കുറച്ച് പെട്ടെന്നായിപ്പോയി, ഒട്ടും പ്രതീക്ഷിക്കാത്തതുമായിപ്പോയി. അപ്പോൾ ലച്ചു പെട്ടെന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കുഞ്ഞാണ്. പ്രതിഭ ചേച്ചിക്ക് ഇവിടെ ഉണ്ടായ പിന്നെയാണ് ഞങ്ങളിൽ പലവർക്കും ഒരു ബേബി ഗേളൊക്കെ വേണം എന്ന് തോന്നി തുടങ്ങിയത്. കാരണം ഇവൾ വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇതേ നോക്കിക്കേ, ലച്ചുവിൻ്റെ പെണ്ണ് കാണലിൻ്റെ റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെ ചായ കൊടുക്കണം, പെണ്ണെങ്ങനെ നാണിക്കണം, ഇനി കാലുകൊണ്ട് കളം വരക്കണോ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ചർച്ച. ലച്ചുവിനെ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യടേ ഇങ്ങനെ ചെയ്യടേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഇവള് എന്താ പറയണ്ടേ, ഭയങ്കര ഒരു സങ്കടം. കാരണം ലച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ, ഇവളുടെ ഈ ഒരു കളി ചിരി, പിന്നെ ഞാൻ അവൾക്ക് ചിറ്റയാണെങ്കിലും ഞങ്ങളൊരു ചേച്ചി അനിയത്തി അങ്ങനത്തെ ഒരു സിങ്കാണ് തമ്മിൽ. അതുകൊണ്ട് തന്നെ ലച്ചുവിനെ മിസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാണ്. ചെക്കൻ്റെ വീട്ടുകാരാണ് വരുന്നത് കേട്ടോ. അവരെത്തി. പിന്നെ ഇതേ ചെക്കനും വന്നു. ഇവനാണ് ആൾ, ട്രിവാൻഡ്രമാണ് ഇവൻ്റെ സ്ഥലം. അവരെ വരവേൽക്കാൻ അടുക്കളയിൽ നിന്ന് അരകത്തേക്ക് പല പല സാധനങ്ങളായിട്ട് വന്നു. അപ്പോഴത്തേക്കും ലച്ചു അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ചമ്മലാണോ ഇനി സന്തോഷം കൊണ്ടാണോ എന്നാവോ. ആ റിഹേഴ്സലെല്ലാം കുളമാക്കിക്കൊണ്ട് നടന്നു പോകുന്നവള്. കുറച്ചു നേരം അവരുടെ മുമ്പിലൊക്കെ നിന്നിട്ട് അവരോട് സിങ്കാവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവൾ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു, പിന്നെ സ്വീറ്റ്സൊക്കെ എടുത്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്തു. ഒന്നുകൂടെ അവനെ പരിചയപ്പെടാം. ഇവനാണ് ആൾ, ആദി എന്നാണ് പേര്, ട്രിവാൻഡ്രമാണ് സ്ഥലം. രണ്ടുപേർക്കും നല്ല ചമ്മലുണ്ട് എല്ലാവരെയും കണ്ടതിൻ്റെ ഫേസ് ചെയ്യേണ്ടതിൻ്റെ. പക്ഷേ എന്നാലും ലച്ചുവിൻ്റെ ഒരു വലിയ സ്വപ്നം പൂവണിയാൻ പോവാണ്. ഞങ്ങൾക്ക് ചെറിയൊരു സങ്കടമാണ് ഇവള് പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ലച്ചുവിൻ്റെ വിവാഹ പത്രിക വായിക്കുന്നതും കൂടിയുണ്ട് കേട്ടോ. എപ്പോഴാണ് കല്യാണം എന്നൊക്കെ അറിയാം. 1201 ചിങ്ങം 22-ന് 2025 സെപ്റ്റംബർ 7-ന് രവിവാരം ചതയം നക്ഷത്രത്തിൽ ഉദിച്ച് 11:30-നും 12-നും മധ്യേ വൃശ്ചികൻ രാശി മുഹൂർത്തത്തിൽ കോട്ടുകൊച്ചി വെളിപ്പറമ്പിൽ രാജീവ് മകൾ ഉത്രാടം നക്ഷത്രം ലക്ഷ്മി രാജീവും തിരുവനന്തപുരം ചിറയൻ കീഴിൽ ആദിത്യ നിവാസിൽ വിജയചന്ദ്രൻ മകൻ വിശാഖം നക്ഷത്രം ആദിത്യനും തമ്മിൽ വിവാഹത്തിന് ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ കുറിച്ച മുഹൂർത്തം. വിവാഹാനന്തരം യാത്രയ്ക്ക് 2 മണിക്ക് വധുഗൃഹത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് 7-നും 9-നും മധ്യേ വരന്റെ ഗൃഹപ്രവേശത്തിനും ശുഭം.
യെസ്, അതെ, ഞങ്ങളുടെ ലച്ചുവിൻ്റെ കല്യാണം ഈ വരുന്ന സെപ്റ്റംബർ 7 ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പെട്ടെന്നൊരു കല്യാണം കൂടേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. അപ്പോൾ ദേ ചെക്കൻ ടാറ്റ ബബായി പറഞ്ഞ് ഇറങ്ങുകയാണേ. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. അങ്ങനെ കല്യാണ വിശേഷത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളും പയ്യെ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലായി.